പശ്ചിമേഷ്യയിൽ തുടർച്ചയായി 15 മാസത്തോളം യുദ്ധം ചെയ്ത് ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചത് ഹമാസിനെ തകർത്തുവെന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ മൊസാദ് മനസ്സിലാക്കുന്നത്. വെടിനിർത്തലിൻ്റെ മറവിൽ ഏകദേശം 15,000-ഓളം പുതിയ പട്ടാളക്കാരെയാണ് ഹമാസ് റിക്രൂട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, 15,000-ഓളം പേർ. ഗാസയിൽ നിന്ന് മാത്രമല്ല, യമനിൽ നിന്നും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആണ് ഹമാസ് ഈ പുതിയ 15,000-ഓളം പുതിയ സേനാംഗങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരിൽ ഭൂരിഭാഗവും എത്തിയിട്ടുള്ളത് ഗാസയിൽ നിന്ന് തന്നെയാണ്. മറ്റു പലരും യമനിൽ നിന്നുള്ള ഹുത്തികളും ഇറാഖിൽ നിന്നും ലെബനോനിൽ നിന്നും ഉള്ളവരാണ്. ഇവർക്ക് നന്നായി ഗറില്ല യുദ്ധമുറ വഴങ്ങുന്നവരാണ്. അതായത് ഇവരെല്ലാവരും തന്നെ വാർ തോൺ കൺട്രികൾ, അതായത് യുദ്ധം എപ്പോഴും നടക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരായതുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ പ്രയോഗിക്കുവാനും മറ്റ് യുദ്ധമുറകൾ എല്ലാം തന്നെ നന്നായി വശവുമാണ്. കൂടാതെ നല്ല പരിശീലനമുണ്ടെങ്കിൽ ഇവർ നല്ല ഒന്നാം തരം പോരാളികളായി ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുവാൻ പ്രാപ്തരായവരാണ്. അതാണ് മൊസാദിൻ്റെ പേടി. മാത്രവുമല്ല, ഇവർക്ക് യുദ്ധം ചെയ്ത് മരിക്കുവാനും മടിയില്ലാത്തവരാണ്. അതായത് പാലസ്തീന് വേണ്ടി, ഗാസയ്ക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി മരിക്കുവാൻ പോലും മടിയില്ലാത്ത പോരാളികളാണ് ഇവർ. അത്യാധുനികമായ ആയുധങ്ങളിൽ പലതും ഇസ്രായേലിനുണ്ടെങ്കിലും ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ജനസംഖ്യ കുറവുള്ള ഒരു ചെറിയ രാജ്യമാണ്. ജൂതന്മാർ അധികമില്ല. എന്നാൽ 22ഓളം വരുന്ന മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പല പോരാളികളും പാലസ്തീനെ സഹായിക്കുവാനായി വരുന്ന ആളുകളിൽ എത്തിച്ചേരുമെന്നാണ് ഹമാസ് അറിയിക്കുന്നത്. അങ്ങനെ വന്നാൽ പോരാട്ടം ഇനിയും കനക്കും. ഇപ്പോഴുള്ള സീസ്ഫയർ, അതായത് വെടിനിർത്തൽ, വളരെ ഫ്രജൈലായി മാറുകയും ചെയ്യും. എന്തായാലും വിദഗ്ധർ പറയുന്നത് ഇസ്രായേലിൻ്റെ ബന്ദികളെ വിട്ടുകിട്ടുന്ന എല്ലാ ബന്ദികളെയും വിട്ടുകിട്ടുന്ന ആ നിമിഷം ഹമാസിനെ ഇസ്രായേൽ തകർക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ അവരുടെ പ്രവചനം എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് കണ്ടിരുന്ന് കാണാം. എന്തുകൊണ്ടെന്നാൽ ഹമാസിൻ്റെ പോരാളികളുടെ പോരാട്ട വീര്യം അപ്രകാരമുള്ളതാണ്. അതാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളെയും ഭീതിപ്പെടുത്തുന്നത്. ലോകരാജ്യങ്ങളെല്ലാം കൂടി ഈ പാലസ്തീൻ പ്രശ്നത്തിന് ഒരു പോംവഴി കണ്ടെത്തിയില്ല എങ്കിൽ ലോകനാശത്തിലേക്ക്, മൂന്നാമതൊരു ലോകമഹായുദ്ധത്തിലേക്ക് ഇത് നീങ്ങുമെന്ന് തന്നെയാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തനിനാടൻ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. നന്ദി, നമസ്കാരം.